രാജശേഖർ സാറേ, കഴിഞ്ഞ ദിവസങ്ങളാണ് ഛത്തീസ്ഗഡിലെ നക്സൽ വേട്ട കേന്ദ്രസേന കുറച്ച് രൂക്ഷമാക്കിയത്. 29ഓളം ഭീകരവാദികളെ കൊന്നു. ഏകദേശം 17 പേർ എവിടെയാണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു വേട്ടയാണ് നടന്നിരിക്കുന്നത്. കാരണം ഛത്തീസ്ഗഡിലും ആ ഒരു മേഖലയിലൊക്കെ തന്നെ സാധാരണക്കാരുടെ ജീവിതത്തിനും അതുപോലെ സൈനികരുടെ ജീവിതത്തിനും വലിയ ഭീഷണിയാണ് നക്സൽ ഭീകരത. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ്. എന്നാൽ ഈ വേട്ടയ്ക്ക് ശേഷം കോൺഗ്രസും ഇടത് പാർട്ടികളൊക്കെ തന്നെ വിഷയത്തിൽ പ്രതികരിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. അവർ ഈ ഒരു വേട്ടയെ പോലും സംശയിച്ചുകൊണ്ട് ഇത് വ്യാജ ഏറ്റുമുട്ടലാണ് എന്നൊക്കെ രീതിയിലൊക്കെ ആരോപണം ഉന്നയിക്കുന്നു. ഇത് കുറച്ച് കടുത്ത പോയില്ലേ സാറേ? എന്ന് മാത്രമല്ല, ഇന്നലെ കോൺഗ്രസിന്റെ പഴയ മുഖ്യമന്ത്രി ഛഗൻ ഭുഗൽ, ഇവിടുത്തെ ഛത്തീസ്ഗഡില്, അദ്ദേഹമാണ് ഇത് വ്യാജ ഏറ്റുമുട്ടലാണ്, അന്വേഷണം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടത്. തൊട്ടുപുറകെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് പത്രസമ്മേളനത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഇവർ രക്തസാക്ഷികളാണെന്ന് പറഞ്ഞു. ഈ മരിച്ചു വീണ നക്സലുകള്, ഈ ഭീകരവാദികള് രക്തസാക്ഷികളാണെന്ന് പറഞ്ഞു. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് അന്വേഷിക്കണം. ഇവിടുത്തെ നമ്മുടെ ഇതിനു വേണ്ടി ജീവൻ ബലികർപ്പിച്ച, ജീവൻ ബലികർപ്പിക്കേണ്ടി വന്നില്ല ഇത്തവണ, എങ്കിലും നക്സൽ വേട്ടയുടെ പേരില് ജീവൻ ബലികർപ്പിക്കേണ്ടി വന്ന ഭാരതത്തിന്റെ ജവാന്മാരെ ഇപ്പം പരിശ്രമിക്കുകയും ചെയ്തവരെ, ഇവരെല്ലാം അധിക്ഷേപിക്കുന്നതിന് ഇവർക്കൊരു മടിയിലെന്നാണ് തെളിയിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവനും ചോരയും സകലതും സമർപ്പിക്കുന്ന ആ ജവാന്മാരുടെ ലേശം ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നേരത്തെ ഇതേ ഛത്തീസ്ഗഡിലെ നിരവധി CRPF ജവാന്മാരെ 70-ലധികം കൊല വിളിച്ചപ്പോഴത്തേക്ക് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ ആനന്ദ നൃത്തം ആടിയവരുടെ രക്ഷകർത്താക്കളാണ് ഇവര്. മറക്കാൻ പാടില്ല. ഇവരെ അന്വേഷിക്കാൻ പറയുമ്പോഴത്തേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കി. ഇന്ത്യയിലേക്ക് പുൽവാമയിൽ കടന്നാക്രമണം നടത്തിയ പാക് ഭീകരന്മാരെ ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടി ബാലക്കോട്ടിലും മറ്റൊക്കെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പം അവിടെ ഇവര് പറഞ്ഞത് അന്വേഷണം വേണം. വേണ്ട, ലഡാക്കില് ഇങ്ങോട്ട് വന്ന ആക്രമണത്തിൽ വന്ന ചൈനീസ് പടയാളികളെ കഴുത്തൊടിച്ച് പാക്കറ്റാക്കി പറഞ്ഞു വിട്ടപ്പോഴും ഇവർക്ക് വിശ്വാസം പോരാ, തെളിവ് വേണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യമുണ്ട്. പുൽവാമ നടക്കുന്നതും ഇപ്പം നടക്കുന്ന കാര്യവും, ഈ ഛത്തീസ്ഗഡിലെ ഓപ്പറേഷനും മണിപ്പൂരിലെ സംഭവവും എല്ലാത്തിനും കൂടെ ഒരു പൊതുവായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായും ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പം അട്ടിമറിക്കുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി പാകിസ്ഥാനും ചൈനയും പാശ്ചാത്യ ശക്തികളും പലതും ചെയ്യുമെന്ന് കൃത്യമായി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അതിന് പ്രതിരോധം തീർക്കാൻ വേണ്ടി കാലങ്ങളായി നമ്മുടെ ആഭ്യന്തരവും പ്രതിരോധവും കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മന്ത്രിമാരും മന്ത്രിസഭകളും കരുതലോടുകൂടി മുൻകരുതലോടുകൂടി ഇരുന്നതിന്റെ ഫലമായിട്ടാണ് ഈ ഛത്തീസ്ഗഡില് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 80 പേരെ കാലകുരിക്ക് അയക്കാൻ പറ്റിയത്. ഈ 29 പേരെ ഈ ലേറ്റസ്റ്റ് ഓപ്പറേഷനില്, പ്രഖാണെന്നതിന്റെ പേരും തോന്നുന്നു, ആ ഓപ്പറേഷനില് 29 പേരെ നിശ്ചലരാക്കാൻ പറ്റിയതും ആ കരുതലോടുകൂടിയുള്ള ഒരു സർക്കാരിന്റെയും പ്രതിരോധ സേനയുടെയും പ്രവൃത്തി കൊണ്ടാണ്. ഇനി ഒന്ന് മനസ്സിലാക്കണം, ആരാണ് ഈ നക്സലുകൾ, ആരാണ് ഈ മാവോയിസ്റ്റുകൾ? 1962 ഭാരതത്തെ ആക്രമിച്ച ചൈനയുടെ ചെയർമാനായിരുന്നു മാവോ സേതുങ്. ആ മാവോ സേതുങ്ങാണ് ഞങ്ങളുടെ ആരാധ്യ പുരുഷൻ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ട് പറഞ്ഞ പോലെ നമ്മളെ ചെയർമാനെ മാവോ എന്ന് പറഞ്ഞ കൂട്ടർക്ക് കേരളത്തിലുണ്ട്. ഗ്രോ വാസുവിനെ പോലുള്ളവര് ഭാരതത്തിനെ ആക്രമിച്ച അക്രമകാരിയിൽ തങ്ങളുടെ നേതാവിനെ കണ്ടെത്തുന്ന ആ സമൂഹത്തെ കുറിച്ച് എന്ത് പറയാൻ പറ്റുക? ഇന്നലെ സീതാറാം യെച്ചൂരിയാണ് വേറൊരു വലിയ കാര്യം പറഞ്ഞിട്ടുണ്ട്.
അവിടെ അതിലോട്ട് വരാം. ഞാൻ ആ ചോദ്യം അങ്ങോട്ട് സാറിനോട് ചോദിക്കായിരുന്നു. ഈ വിഷയത്തിലെ ഇടതു പാർട്ടികളിലെയും പ്രത്യേകിച്ച് സാർ ഇപ്പൊ സൂചിപ്പിച്ച സീതാറാം യെച്ചൂരിയുടെ ഒക്കെ നിലപാട് സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണോ, എന്താണ് പുച്ഛം തോന്നിക്കുന്നതാണോ, വിഷമം തോന്നിക്കുന്നതാണോ എന്ന് മനസ്സിലാവുന്നില്ല. കാരണം കേരളത്തിലടക്കം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മാവോയിസ്റ്റ് വേട്ട നന്നായി ഇറക്കും. തണ്ടർ ബോൾട്ടിന്റെ രീതിയിൽ ഒരു സംഘം തന്നെ രൂപീകരിച്ചുകൊണ്ട് കാടുകളിൽ നല്ല രീതിയിൽ പരിശോധന നടക്കുന്നുണ്ട്. നിരവധി മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഇടത് പാർട്ടികളോ സീതാറാം യെച്ചൂരിയോ ഒന്നും തന്നെ ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണ്, അല്ലെങ്കിൽ ഇവരെ സമാധാനത്തിന്റെ പാതയിലേക്ക് പിണറായി വിജയനെ കൊണ്ടുവന്നാൽ പോരായിരുന്നു, എന്തിനാണ് ഈ ആക്രമണത്തിലൂടെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നൊന്നും പറഞ്ഞു കേട്ടില്ല. എന്ന് മാത്രമല്ല, ഇപ്പൊ ഇന്നലെ അത് ചോദിച്ചു, യെച്ചൂരിയുടെ പത്രക്കാർ ചോദിച്ചപ്പോഴാണ് അത് അവിടെ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു, അത് ഇവിടെ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് പറയുമ്പോ ഒരു കാര്യം ഞാൻ പറയാം. ഈ നക്സലുകൾ കേരളത്തിലോട്ട് വന്നത് എങ്ങനെയാ? വടക്ക് ഛത്തീസ്ഗഡിലും ആന്ധ്രയിലും മറ്റെല്ലാ പ്രദേശങ്ങളിലും, തെക്കൻ സംസ്ഥാനം ആന്ധ്ര ഉൾപ്പെടെ, ഇവിടെയൊക്കെ ഇവരുടെ ജീവിതം ദുസ്സഹമാക്കി, ഓപ്പറേഷൻ പ്രവൃത്തി ദുസ്സഹമാക്കിയ സാഹചര്യത്തില് ഈ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് വയനാട്ടിലോട്ട് വന്ന പോലെ കേരളത്തിൽ വരാമെങ്കിൽ ഇസ്ലാമിക ഭീകരവാദികളുടെ പിന്തുണയുണ്ട്, രാജ്യദ്രോഹികളുടെ പിന്തുണ കിട്ടും. ഇവിടെ അതിന് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ളതിന്റെ കേരളത്തിലാണ് ഇങ്ങോട്ട് ഈ കേരളത്തിലോട്ട് വന്നത്. അന്ന് ഇവരെ പിണറായി വിജയന്റെ സർക്കാർ, കാരണം അവർക്ക് അവരുടെ ഏരിയ ഓപ്പറേഷനില് അവരും രാജ്യദ്രോഹത്തിന് തന്നെ ചൈനയ്ക്ക് സപ്പോർട്ട് തന്നെയാണ്, എങ്കിലും ചൈനയ്ക്ക് വേണ്ടി തന്നെയാണ് അവരും പ്രവർത്തിക്കുന്നത്. എങ്കിലും അതിനകത്തൊരു കോമ്പറ്റീഷൻ, തങ്ങളുടെ ഇടം വേറൊരുത്തർ പിടിക്കുന്നതിന് താല്പര്യക്കുറവാണ്. അതുകൊണ്ടാണ് ഇവർ നക്സലുകളെ എതിർക്കുന്നത്. അല്ലെ പഴയ നക്സൽ വർഗീസൊക്കെ ഇവരുടെ ആൾക്കാരായിരുന്നു. കേരളത്തിലെ നക്സലിസം കണ്ടതല്ലേ. പിന്നെ അതിലെ ഏറ്റവും വലിയ രസകരമായ കാര്യം, അന്ന് കാനം രാജേന്ദ്രൻ മുൻ CPM സെക്രട്ടറി മരിച്ചുപോയി. അദ്ദേഹം രമേശ് ചെന്നിത്തലയൊക്കെ ചാടിക്കറി വിമർശിച്ചുകൊണ്ടിരുന്നതിനെ. ആ സമയത്ത് രമേശ് പോലും ചെന്നിത്തല പോലും ചിന്തിക്കുന്നില്ല, ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി എന്ന് പറയുന്നത് നക്സലൈറ്റുകളാണെന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മൻമോഹൻ സിംഗിന്റെ കാലത്തും ചിദംബരത്തിന്റെ കാലത്തും എന്തിന് കരുണാകരന്റെയും അച്യുതമേനോന്റെയും കാലത്ത് വരെ ഈ നക്സലൈറ്റുകളെ പിടിച്ചൊതുക്കാൻ വേണ്ടി പരിശ്രമങ്ങളായിട്ടുണ്ട്. സീതാറാം യെച്ചൂരി പറയുമ്പോൾ അതിശയപ്പെടണ്ട, നേപ്പാളിലെ ഭാരതത്തിൽ നിന്ന് അകറ്റി ചൈനയോടൊപ്പം ചേർത്ത് നേപ്പാളിൽ ചൈനക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയം വളർത്തിയെടുക്കുന്നതിന് ആത്മാർത്ഥമായി വർഷങ്ങളോളം പരിശ്രമിച്ച ആളാണ് ഈ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന JNU-കാരൻ. അവിടെ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തിന് ചൈനയോട്, ശരിക്കും ഈ മാവോയിസ്റ്റ് പക്ഷം എന്ന് പറഞ്ഞാല്, നക്സലിസ്റ്റ് എന്ന് പറഞ്ഞാല് ചൈനയ്ക്ക് വേണ്ടി ഭാരതത്തിനുള്ളിൽ ഭാരതത്തിന് അന്തഃഛിദ്രം ഉണ്ടാക്കി ചൈനയുടെ അധിനിവേശത്തിനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാ. അല്ലാതെ യെച്ചൂരി ഇപ്പം പറയുന്ന പോലെ അവിടുത്തെ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നുമില്ല. ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. ഈ സാമൂഹിക പ്രശ്നം, അതായത് എന്തുകൊണ്ടാണ് ഇവർ ആയുധം എടുത്തത് ചോദിക്കണമെന്ന് നക്സലൈറ്റുകളുടെ കാര്യത്തിലും പറയാറുണ്ട്, കാശ്മീരി കല്ലെറിയുന്നവരുടെ കാര്യത്തിലും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ഈ കല്ലെറിയുന്നതെന്നും ആക്രമിക്കുന്നതെന്നും ആലോചിക്കണം, ആ പ്രശ്നം പരിഹരിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, ഗോദ്രയിലെ രാമഭക്തന്മാരെ കൊന്നു തള്ളിയതിനോട് അവിടുത്തെ ജനം പ്രതികരിച്ചപ്പം ഇവർ ന്യായം പറഞ്ഞില്ലല്ലോ. പ്രതികരിച്ചവരുടെ ഭാഗത്ത് അവരുടെ വിഷമത്തിന്റെ കാരണം അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. അതുപോലെ ഭാരതം വിഭജിച്ചപ്പം ആര് കാരണമാണെങ്കിലും എന്ത് കാരണമാണ് ചെയ്യരാത്തൊരു പണി, ഒരിക്കലും ചെയ്യരാത്ത നികൃഷ്ടമായ ഒരു കാര്യം അബ്ദുറഹ്മാനായ ഗോഡ്സെയും കൂട്ടരും ചെയ്തു. അത് തെറ്റ് തന്നെ. പക്ഷേ ആ തെറ്റ് ചെയ്തവരുടെ ഭാഗത്ത് അവരെ ആ പ്രവൃത്തിയിലേക്ക് നയിച്ച കാരണങ്ങൾ അന്വേഷിക്കണം എന്ന് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഈ ന്യായം അവരൊരു വിഭാഗത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുക, ഭാരതത്തെ എതിർക്കുന്നവർക്ക് വേണ്ടി മാത്രം. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരൊന്നും, കാനം രാജേന്ദ്രൻ യശോധരനാണ് അദ്ദേഹത്തിന്റെ പാർട്ടി, രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സീതാറാം യെച്ചൂരി, ഇവരൊക്കെ നക്സൽ അനുകൂലമായ നിലപാടെടുക്കുന്നെങ്കിൽ അതിന്റെ അടിസ്ഥാന ഘടകം ഇപ്പോഴത്തെ ഭരണകൂടത്തെ തകർക്കാൻ അതൊരു വഴിയാണ്. ഇത്രയേ ഉള്ളൂ, അതിനപ്പുറമില്ല. ഇവര് മാത്രമല്ല,
ഈ നക്സലുകളുടെ കൂട്ടത്തില് അർബൻ നക്സൽ എന്നൊരു വിഭാഗമുള്ളത് അറിയാമല്ലോ. ഈ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരെന്നും വക്കീലന്മാരെന്നും ജഡ്ജിമാരെന്നൊക്കെ പറയുന്നത് ഈ അവരോട് കൂടി ചേർന്ന് നിൽക്കുന്നവര്. സ്റ്റാൻ സ്വാമിയുടെ കേസൊക്കെ അടുത്ത കാലത്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്, വിശദീകരിക്കാൻ സമയമില്ല. ഈ അർബൻ നക്സലേറ്റുകളുടെ റോള് നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഇവർ ചോദിച്ചു ഒരു കാര്യം, ഇതൊക്കെ അന്വേഷിക്കണം എന്ന് പറയുന്നത്. ശരി, അന്വേഷിക്കാം. ഈ അന്വേഷണത്തിന് 2-3 കാര്യങ്ങൾ ചേർക്കുമെന്ന് എൻ്റെ ചോദ്യം. അതിന് ഉത്തരം കിട്ടിയാൽ അന്വേഷിക്കണമെന്ന് ഞാനും പറയാം. കാരണം ചന്ദ്രശേഖർ ആസാദിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തിലെ തിളങ്ങുന്ന കഥാപാത്രമായിരുന്നു, ചരിത്ര പുരുഷനായിരുന്നു, വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ പോയി കണ്ടതിന്റെ തൊട്ട് പിന്നാലെയാണ് അദ്ദേഹത്തെ പോലീസ് ഇന്നടത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് വളഞ്ഞിട്ട് പിടിക്കുന്നത്. ആസാദിന്റെ അനന്തരവനും കുടുംബക്കാരും പറയുന്നത് ഭഗത് സിംഗിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആസാദ് അവിടെ ചെന്നത്. അവിടെ ചെന്ന് ആസാദിന്റെ കുടുംബക്കാരുടെ പരാതി, അദ്ദേഹം അവിടെ ചെന്നു എന്നുള്ള വിവരം ബ്രിട്ടീഷ് പോലീസിന് കൊടുത്തത് ജവഹർലാൽ നെഹ്റു ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചു, അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നുവരെ ആരും അന്വേഷിച്ചിട്ടില്ല. അതൊന്നും അന്വേഷിച്ചുകൂടെ? ഞാൻ നെഹ്റു കുറ്റക്കാരനാണെന്നും പറയുന്നില്ല, അന്വേഷിച്ചുകൂടെ? ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയെ കാശ്മീരിലേക്ക് സ്വതന്ത്രമായ എൻട്രിക്ക് വേണ്ടി നിബന്ധനകളൊന്നും കൂടാതെ പാകിസ്ഥാനിലേക്ക് കാശ്മീരിലേക്ക് ഭാരതീയർ പ്രവേശിക്കുന്നതിന് ചെന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയെ ജവഹർലാൽ നെഹ്റുവും ഷെയ്ഖ് അബ്ദുള്ളയും കൂടെ അനധികൃതമായി അറസ്റ്റിലാക്കി അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചു. അതൊന്ന് അന്വേഷിക്കണം, അതൊരു സ്വാഭാവികമല്ല, അന്വേഷിക്കണമെന്ന് അദ്ദേഹത്തിന്റെ അമ്മ ആവശ്യപ്പെട്ടു. ഭാരതത്തിലെ ദേശീയതയോടൊപ്പം നിൽക്കുന്ന ജനങ്ങൾ ആവശ്യപ്പെട്ടു. അന്വേഷിച്ചിട്ടില്ലല്ലോ. രണ്ടാമത് ഒന്നും ചേർക്കട്ടെ. മൂന്നാമതല്ല ഉണ്ടാകാൻ ചേർക്കേണ്ടതാ. ഗാന്ധി വധത്തിന് ശേഷം ഗാന്ധി വധത്തിലെ പ്രതിയായിരുന്ന നഥുറാം വിനായക് ഗോഡ്സെ, അതിന്റെ കൂടെ തൂക്കിലേറ്റപ്പെട്ടവരും, ഇവരെ തൂക്കിക്കൊല്ലാൻ ധൃതി എന്തായിരുന്നു? അജ്മൽ കസാബിന്റെ ശിക്ഷ നടപ്പാക്കാൻ എത്ര കാലം എടുത്തു? ഭാരതത്തിൽ ആ ഒരു കേസിൽ മാത്രം എന്താണ് ഇത്ര തിരക്കിട്ടൊരു തീരുമാനം ഉണ്ടായത്? ഇംഗ്ലണ്ടിലെ അന്ന് പ്രിവ്യൂ കൗൺസിലിലേക്ക് ഇവിടുന്ന് അപ്പീൽ ചെയ്യുന്നപ്പോൾ തന്നെ അവര് പറഞ്ഞത് എന്താ? 948 നവംബറിലായി അപ്പീൽ ചെല്ലുന്നത്. ആ അപ്പീല് ഞങ്ങൾക്ക് കേൾക്കാൻ സമയമില്ല. 49 ചെല്ലുന്നത്. ഉടനെ തന്നെ ഭാരതത്തിൽ 2 മാസത്തിൽ സുപ്രീം കോടതി വരാൻ പോവാണ്. ഈ കേസ് അവിടെ കേൾക്കട്ടെ, ഞങ്ങൾക്ക് എടുക്കാൻ സമയം 2 മാസം കൊണ്ട് തീർക്കാൻ പറ്റില്ല. ആ തരത്തിലാണ് അവിടുന്ന് അത് തിരിച്ചിങ്ങോട്ട് വിടുന്നത്. എന്നാൽ സുപ്രീം കോടതി 2 മാസം 49 നവംബറിലാണ് ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നത്. തൂക്കിക്കൊന്നത് ശരിയാണെന്നോ അദ്ദേഹം ചെയ്തത് ശരിയല്ലെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ചെയ്ത കുറ്റത്തെ പൂർണ്ണമായിട്ട് നമ്മൾ നിന്ദിക്കുന്നു. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ആ ഒരാള് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെ തൂക്കിലേക്കപ്പെട്ട ആളുകള് ജീവനോടെ ഇരുന്നെങ്കിൽ ആ സംഭവത്തിന്റെ ഗൂഢാലോചന പുറത്തു വരുമായിരുന്നു. എന്തെങ്കിലും ഒരു കാലത്ത് മാനസാന്തരം വന്നിട്ടെങ്കിലും അത് ഒഴിവാക്കിക്കൊണ്ട് അത് അത്താഴപ്പെട്ട് തൂക്കിക്കൊന്നതിന് പിന്നിൽ രഹസ്യം എന്താ ഒന്ന് അന്വേഷിച്ചുകൂടെ? ഇനി വേറെ ഉണ്ട്, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം ഭാരതം മൊത്തം സംശയിക്കുന്ന വിഷയമാണ്. എങ്ങനെയാണ് ശാസ്ത്രി മരിച്ചതെന്ന് ഞാൻ നാളെ വരുമ്പം വീട്ടിലേക്ക് വരും പുതിയ ചില വാർത്തകളൊക്കെ ഞാൻ കൊണ്ടുതരുമെന്ന് സന്തോഷപൂർവ്വം സ്വന്തം ഭാര്യയോടും മകളോടും വിളിച്ചു പറഞ്ഞതിന് ശേഷം 2 മണിക്കൂറിനുള്ളിൽ ആ മനുഷ്യൻ മരിച്ചു വീഴുന്നു. അവിടെ ചെന്ന് കഴിയുമ്പം അടുത്തിരിക്കുന്ന ഫ്ലാസ്കിലിരിക്കുന്ന പാലം ഇരിക്കുന്ന ഫ്ലാസ്ക്, അതിനെ കൈ ചൂണ്ടി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്തോ പറയാതെ പറഞ്ഞതെന്ന് ഭാരതത്തിന് സംശയമുണ്ട്. ഒന്നും വേണ്ട, ആ മൃതശരീരം വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം കുളിപ്പിക്കാൻ വേണ്ടി ഉടുപ്പുകൾ മാറ്റി മുഖവും ശരീരവും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ശാസ്ത്രിയുടെ അമ്മ എന്ന് പറഞ്ഞത് മെര ബെട്ടുവർക്കും മാറില്ല, എന്റെ പുത്രനെ കൊന്നതാണെന്നാണ് പറഞ്ഞത്. ഭാരതം ആവശ്യപ്പെട്ട് അന്വേഷിക്കണമെന്ന്. അതാരും അന്വേഷിച്ചിട്ടില്ല. അതും കൂടെ അന്വേഷിക്കട്ടെ. ഇനിയുണ്ടെന്നും തോന്നിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിനകത്ത് ദുരൂഹതകൾ ഇഷ്ടം പോലെയുണ്ട്.
ആവർത്തിക്കാൻ സമയമില്ലെങ്കിൽ പോലും ഞാൻ സൂചിപ്പിക്കുക. ഇന്ദിരാഗാന്ധിയുടെ വെടിയേറ്റ ശരീരം AMS കൊണ്ടുവന്നതിന് പകരം ഈ രാമനോദയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്തിനാണ്? അതുപോലെ തന്നെ ആ ഇന്ദിരയുടെ മരണം കഴിഞ്ഞ് ജനാധിപത്യ വ്യവസ്ഥ അംഗീകരിച്ചുള്ള രീതിയിൽ ഭരണമാറ്റം സംഭവിക്കുന്നതിന് ഇടവരുത്താതെ, ഇടക്കാല പ്രധാനമന്ത്രിയെ വെക്കാതെ രാജീവ് ഗാന്ധി എന്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രി അന്നേ ദിവസം അമ്മയുടെ ശവശരീരം കവച്ചു കിടന്നിയെന്ന് സത്യം ഞാൻ പോയ സാഹചര്യം എന്താണ്? ഒന്ന് അന്വേഷിക്കാമോ? ദുരൂഹതകൾ പലതും പുറത്തു വരില്ലേ? ഇനി രാജീവ് ഗാന്ധിയുടെ മരണം, രാജീവ് ഗാന്ധിയുടെ മരണത്തെക്കുറിച്ച് ഉത്തരവാദിത്വമുള്ള കാര്യവിവരമുള്ള പലരും പറയുന്നുണ്ട് ആ മരണത്തിന് പിന്നിൽ ഇറ്റാലിയൻ മാഫിയയുടെ കൈയുണ്ടെന്ന്. വേരിപ്പുള്ള പ്രഭാകരനുമായിട്ട് ബന്ധമുള്ള ഇറ്റാലിയൻ മാഫിയയുടെ കൈ സംശയം പലരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് അന്വേഷിച്ചൂടെ? ഇതെല്ലാം കൂടെ അന്വേഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ആ കൂടെ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് അന്വേഷിക്കാം, ഈ നക്സലുടെ കാര്യം അന്വേഷിക്കാം. അല്ലാതെ സെലക്റ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് വേണ്ട. ചില കാര്യങ്ങളിനകത്ത് മാന്യതയുടെ പേരിൽ ദേശത്ത് പുതിയൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതി ആരെങ്കിലുമൊക്കെ നിശബ്ദരായിട്ടിരിക്കുന്നു എന്ന് കണക്കാക്കി പണ്ട് ദീനദയാൽമൂർത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞു പോലുമില്ല. വേണ്ട. ജോർജ് ഫെർണാണ്ടസ് എടുത്ത് ഞാൻ കാര്യം പറയുകയാണ്. ശാരദ പ്രസാദ്, ഇന്ദിരാഗാന്ധിയുടെ അടുത്ത ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ മകൻ എഴുതിയിരുന്നത് ജോർജ് ഫെർണാണ്ടസിന് അടിയന്തര അവസ്ഥ കാലത്ത് കസ്റ്റഡിയിൽ കിട്ടിയ കൊന്നേക്കാൻ ഒരു നിർദ്ദേശം പോലീസുകാർക്ക്. കൽക്കട്ടയിൽ വെച്ച് പോലീസ്, ഞാൻ ചുരുക്കി പറയുക, അദ്ദേഹത്തെ കസ്റ്റഡിയിൽ പോലീസ് എടുത്തു. ഒളിവിലായിരുന്ന ഫെർണാണ്ടസിനെ എടുത്തു. പക്ഷേ അന്ന് ഇന്ദിരാഗാന്ധി ഇവിടെ ഇല്ലാതായിപ്പോയി. കാരണം കൊന്നോട്ടെ എന്ന് ഒന്നുകൂടെ ചോദിച്ച് അനുവാദം വാങ്ങിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി സ്ഥലത്തില്ലാതായിപ്പോയി. സോവിയറ്റ് അന്നേരം ആ സന്ദർഭത്തില് അങ്ങനൊരു ഇടവേള വന്നതിനിടയ്ക്ക് ജർമ്മനിയിലെയും ഫ്രാൻസിലെയും മറ്റും സോഷ്യലിസ്റ്റുകൾ ലോകം മുഴുവൻ സംഭവം അറിഞ്ഞു. അവരെല്ലാം ബഹളം ഉണ്ടാക്കി, ഫെർണാണ്ടസിന് നീതി കൊടുക്കണം പറഞ്ഞു. പിന്നെ കൊല്ലാൻ സമയമില്ലാതായിപ്പോയി. അതൊന്ന് അന്വേഷിക്കാമോ? അങ്ങനെ എത്ര എത്ര കേസുകൾ ഭാരതമാതാവിന്റെ ഉള്ളിലെ മുറിവുകളായിട്ട് ഇന്നും അവശേഷിക്കുന്നുണ്ട്. തീരെ കുറഞ്ഞ കാലത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാമോ? ഇതെല്ലാം അന്വേഷിച്ചിട്ടാവട്ടെ ചൈനയ്ക്ക് വേണ്ടിയും പാകിസ്ഥാന് വേണ്ടിയും നക്സലൈറ്റുകൾക്ക് വേണ്ടിയും തീവ്രവാദികൾക്ക് വേണ്ടിയും കാശ്മീരിലെ തീവ്രവാദികൾക്ക് വേണ്ടി ഇവർക്ക് ചോദിക്കാനുണ്ട്. ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് വേണ്ടി ചോദിക്കും. പക്ഷെ കാശ്മീരിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ട ആ ഹിന്ദുക്കളുടെ കാര്യം വരുമ്പം ഗോദ്രയിലെ തീവണ്ടി ബോയികൾ കത്തിച്ചു വന്ന ഹിന്ദുവിന്റെ കാര്യം വരുമ്പം ഇവരുടെ ഒന്നും വായിൽ നാക്കില്ല. വേണ്ട. ജ്യോതി ബസു വെസ്റ്റ് ബംഗാളില് മരിജാപ്പിയില് 10,000-ഓളം വരുന്ന നാമശൂദ്രൻ എന്ന് പറയുന്ന ഹിന്ദു പിന്നോക്ക വിഭാഗക്കാരെ കൊന്നതിനെ കുറിച്ച് ഇന്നൊരു അന്വേഷണത്തെ തയ്യാറുണ്ടോ? അന്വേഷിക്കാനുണ്ട്. പലതുമുണ്ട്. പലരുടെയും സ്വീകരണ മുറികളിലെ അലമാരിക്കകത്തുനിന്ന് അസ്ഥികൂടുകൾ പുറത്തു വരും. അതിന് തയ്യാറുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ആവശ്യവും സീതാറാം യെച്ചൂരിയുടെ ആവശ്യവും എല്ലാം ഭാരത സമൂഹം സ്വീകാര്യമാണെന്ന് പറയും. സ്വതന്ത്രമായ അന്വേഷണം നടക്കട്ടെ.